അക്കാദമിയുടെ പ്രസിഡന്റ് ശ്രീ വൈശാഖൻ, ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള അത്യന്തം ബഹുമാന്യനായ ഡോക്ടർ ആർ.വി. മേനോൻ, റോസ്മേരി, സ്വാമി സന്ദീപാനന്ദഗിരി, ഡി അനിൽകുമാർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗം ശ്രീ വി എൻ മുരളി, മറ്റ് ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വൈകുന്നേരം ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. വാസ്തവത്തിൽ സന്തോഷത്തിനുള്ള ഒരേ ഒരു കുറവ്, ഇത് ഈ രീതിയിലൊന്നും നടത്തേണ്ടിയിരുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വാർഷികാഘോഷ ചടങ്ങുകളും അതുപോലെ അവാർഡ് സമർപ്പണവും എല്ലാം തന്നെ നടത്താറുള്ളത് തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വളരെ വിശാലമായിട്ടുള്ള അങ്കണത്തിൽ വെച്ചിട്ടാണ്. പക്ഷേ 2019 ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ട് ഇതിനകം ഏതാനും മാസങ്ങൾ തന്നെ കഴിഞ്ഞുപോയി. ഒരുപക്ഷെ അവാർഡ് ജേതാക്കൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ കാര്യം മറന്നുപോയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത്രയധികം സമയം കടന്നുപോയി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. കൂട്ടം കൂടാൻ പറ്റുന്നില്ല, വലിയ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ഈ അവാർഡ് ദാന ചടങ്ങ് ഇനി നീട്ടിക്കൊണ്ടു പോയിക്കൂടാ എന്നുള്ള ഒരു നിർബന്ധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നതുകൊണ്ട് അവാർഡുകൾ വികേന്ദ്രീകരിച്ച് നൽകാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് അവാർഡുകൾ തിരുവനന്തപുരത്ത് വെച്ച്, കുറച്ച് അവാർഡുകൾ തൃശ്ശൂരിൽ വെച്ച്, ഇനിയും ഏതാനും അവാർഡുകൾ കോഴിക്കോട് വെച്ച്, അങ്ങനെ 3 രീതിയിൽ ഈ അവാർഡുകൾ വിതരണം ചെയ്യാം, പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനിക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവാർഡ് ദാന ചടങ്ങിനോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ 64ാം വാർഷികവും കൊണ്ടാടണം എന്നാണ് ഞങ്ങൾ സാധാരണ തീരുമാനിച്ചിരുന്നത്. ഇതും അതുപോലെ തന്നെ ഈ വർഷവും പരിമിതമായ തോതിലാണെങ്കിലും അക്കാദമിയുടെ വാർഷികവും ഇതോടൊപ്പം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ 2 ഫെലോഷിപ്പുകൾ, 6 സമഗ്ര സംഭാവന പുരസ്കാരങ്ങൾ, 11 വിവിധ സാഹിത്യ ശാഖകളിലുള്ള 11 അവാർഡുകൾ, ഒപ്പം കേരള സാഹിത്യ അക്കാദമിയിൽ പലരും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എൻഡോമെൻറ്റുകളുണ്ട്. ആ എൻഡോമെൻ്റ് അവാർഡുകൾ, ഇതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ദാന ചടങ്ങിൽ പൊതുവെ വരുന്നത്. ഈ വർഷത്തെ ഫെലോഷിപ്പുകൾ, 2 പേർക്കുള്ള ഫെലോഷിപ്പുകൾ, അവർ 2 പേരും കോഴിക്കോടാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഫെലോഷിപ്പ് പുരസ്കാരം സമർപ്പിക്കേണ്ടുന്ന ചടങ്ങ് വാസ്തവത്തിൽ കോഴിക്കോടാണ് ഉണ്ടാവുക. ഒന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീമതി പി. വത്സലക്കാണ് ഫെലോഷിപ്പ് സമ്മാനിക്കുന്നത്. 2ാമത്തെ ഫെലോഷിപ്പ് നൽകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനും സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ NVP ഉണിത്തിരിക്കാണ്. കോഴിക്കോട് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഇവർ 2 പേരും കോഴിക്കോട് നിന്നാണ് അവാർഡ് ഫെലോഷിപ്പുകൾ സ്വീകരിക്കുന്നത്. 6 സമഗ്ര സംഭാവന പുരസ്കാരങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നത് ഒരു സമഗ്ര സംഭാവന പുരസ്കാരമാണ്. അത് നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്തും കവിയും എല്ലാമായിട്ടുള്ള ശ്രീമതി റോസ്മേരിക്കാണ്. ഇവിടെ നൽകപ്പെടുന്ന ഒരു അവാർഡ് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അവാർഡാണ്. ഡോക്ടർ R.V. മേനോനാണ് അത് നൽകുന്നത്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അവാർഡ് ഈ വർഷം 2 പേർ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. വൈജ്ഞാനിക രംഗത്ത് തല ഉയർത്തി നിൽക്കുന്ന എഴുത്തുകാരിൽ 2 പേർ ഒരേ സമയം ഈ അവാർഡ് പങ്കിടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്.
RVG മേനോനോടൊപ്പം ഈ അവാർഡ് പങ്കിടുന്നത് ജി മധുസൂദനൻ എന്ന് പറയുന്ന പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ രംഗത്ത് വളരെയധികം സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മധുസൂദനാണ്. അതേപോലെ 3 എൻഡോമെൻ്റ് അവാർഡുകളാണ് ഇവിടെ സമ്മാനിക്കുന്നത്. KR രാമൻ നമ്പൂതിരി അവാർഡ്, വൈദിക സാഹിത്യത്തിനുള്ള KR രാമൻ നമ്പൂതിരി അവാർഡ്, അതാണ് സ്വാമി സന്ദീപാനന്ദഗിരിക്ക് നൽകപ്പെടുന്നത്. യുവ കവികൾക്കുള്ള പുരസ്കാരം, 30 വയസ്സിന് താഴെയുള്ള യുവ കവികൾക്കുള്ള പുരസ്കാരം D. അനിൽകുമാറാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചങ്കുണ്ടോ പറക്കുണ്ടോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള, അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ആ പുസ്തകത്തിനാണ്. മറ്റൊരു എൻഡോമെൻ്റ് അവാർഡ് ഇവിടെ നൽകപ്പെടുന്നത്, ഒരുപക്ഷെ നൽകേണ്ട ആളിവിടെ ഇല്ല, അദ്ദേഹം ജപ്പാനിലാണ്. അമൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ, വളരെ 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 ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുതിയ ചെറുകഥാകൃത്താണ് അമൽ. അമൽ ഔദ്യോഗികമായി ഇപ്പോൾ ജപ്പാനിൽ ആണ് താമസിക്കുന്നത്. അമലിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ അമിത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവാർഡുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പുരസ്കാര ജേതാക്കൾക്ക് നൽകുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ 64-ാം വാർഷികാഘോഷങ്ങളുടെയും 2019 അവാർഡ് പുരസ്കാര സമർപ്പണങ്ങളുടെയും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം, കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം വരുന്നത് ആദ്യത്തെ തവണയാണ്. ആദ്യമായിട്ടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക വകുപ്പിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ വന്നു ചേർന്നിട്ടുള്ള ആദരണീയനായ മന്ത്രിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തും അക്കാദമിയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ വൈശാഖനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, വാസ്തവത്തിൽ അദ്ദേഹം ഞങ്ങളുടെ തന്നെ ഒരാളാണ്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലെ സ്ഥാനം കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാക്കളെയും എൻഡോമെൻ്റ് ജേതാക്കളെയും പരിചയപ്പെടുത്തിക്കൊണ്ട്, അവാർഡ് ജേതാക്കളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് മുരളിമാഷാണ്, VN മുരളിയാണ്. മുരളിമാഷെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം തിരുവനന്തപുരത്ത് സംഘടനാ രംഗത്ത് തൻ്റേതായിട്ടുള്ള സാന്നിധ്യം, മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. AKPCTയുടെ രംഗത്തായാലും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രംഗത്തായാലും മറ്റ് നിരവധി രംഗങ്ങളിലും തൻ്റേതായിട്ടുള്ള മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ശ്രീ VN മുരളി. മുരളിമാഷെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോസ്മേരിയുടെ കവിതകളെക്കുറിച്ചോ റോസ്മേരിയുടെ ജേർണലിസത്തിൻ്റെ രംഗത്തുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ വിവർത്തന കൃതികളെ സംബന്ധിച്ചോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. കാരണം അതെല്ലാം സമഗ്രമായ രീതിയിൽ പരിചയപ്പെടുത്തപ്പെടാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാം, വൈശാഖ മാഷയുടെയും എൻ്റെയും എല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് റോസ്മേരി. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് റോസ്മേരിക്ക് നൽകപ്പെടുന്നത്. സമഗ്ര സംഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രംഗത്ത്, സാഹിത്യത്തിൻ്റെ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് റോസ്മേരിക്ക് അത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. റോസ്മേരിയെ ഞാൻ ഈ സദസ്സിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. RVG മേനോനെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. RVG കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത്, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധ്യാപകനായിരുന്നു. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അതുപോലെ അനർട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. മുണ്ടൂരിലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന അനൗപചാരിക ഊർജ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അതുപോലെ ഒരുപാട് രംഗങ്ങളിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് RVG വളരെ വളരെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് RVGയുടേത്.
അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് അദ്ദേഹം വൈജ്ഞാനിക സാഹിത്യരംഗത്ത് ഈ സംഭാവനയ്ക്ക് അർഹനാകുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് HST എന്നുള്ള പേരിൽ പേപ്പർ പഠിക്കാനുണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നൊരു പേപ്പർ പഠിക്കാനുണ്ടായിരുന്നു. ആ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സമഗ്രമായ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു HSTയുടെ ഒരു ആധികാരിക ഗ്രന്ഥം എഴുതിയിട്ടുള്ള വ്യക്തി R.V.G. മേനോനാണ്. ആ പുസ്തകത്തെ ഒന്നുകൂടി വിപുലീകരിച്ച് ശാസ്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള സാംസ്കാരിക അടയാളങ്ങളുണ്ടെന്നും അത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യമായി തീരുന്ന ഏതെല്ലാം സന്ദർഭങ്ങളിലാണെന്നും എല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സമഗ്ര പശ്ചാത്തലം അന്വേഷിക്കുന്ന ഒരു ചരിത്ര രചന, അതിൻ്റേതായിട്ടുള്ളൊരു അങ്ങനെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി വാസ്തവത്തിൽ ഇല്ല, ഒരു രചനാ രീതിശാസ്ത്രം ഇല്ല. ആ രചനാ രീതിശാസ്ത്രത്തിൻ്റെ രംഗത്ത് വളരെ കൃത്യമായ ഒരു സംഭാവന അർപ്പിക്കുന്ന രചനയാണ് വാസ്തവത്തിൽ R.V.Gയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം. R.V.Gയെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നല്ല, കേരളത്തിലെ ഒരുവിധം എല്ലാവർക്കും പരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പല പല രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രഭാഷണങ്ങളിൽ, അതുപോലെ തന്നെ ഭാരതീയ തത്വചിന്തയുടെ കാതലായിട്ടുള്ള വിവിധ വശങ്ങളെ അപഗ്രഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ, രാമായണ ചർച്ചകളിൽ, ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ വളരെ നർമ്മമധുരമായ രീതിയിൽ ഭാരതത്തിൻ്റെ തത്വചിന്താ പാരമ്പര്യങ്ങളെ, ഭാരതത്തിൻ്റെ ദാർശനിക പാരമ്പര്യങ്ങളെ അവതരിപ്പിക്കാനും സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാനും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന വ്യക്തിയാണ് സ്വാമി സന്ദീപാനന്ദഗിരി. ബഹുമാനപ്പെട്ട സ്വാമിയെ ഞാൻ ഈ സന്ദർഭത്തിൽ കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. D. അനിൽകുമാർ വാസ്തവത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാഹിത്യ പ്രതിഭ എന്നാണ് ഞാൻ അനിൽകുമാറിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കവിതയാണ് അനിൽകുമാറിൻ്റെ രംഗം. വളരെ പ്രസിദ്ധമായിട്ടുള്ള 2-3 സമാഹാരങ്ങൾ ഈ രംഗത്ത് അദ്ദേഹം, പ്രത്യേകിച്ച് ഇവിടെ ചങ്കൊണ്ടോ പറക്കൊണ്ടോ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ സമ്മാനിതമാകുന്ന ഈ പുസ്തകം ഒരു പുതിയ കാവ്യഭാഷയാണ് വാസ്തവത്തിൽ അനിൽകുമാർ മലയാളത്തിൽ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത്തരത്തിലൊരു സംഭാവന നൽകുമ്പോൾ ഞങ്ങളൊരു ഗോത്രവർഗ കവിക്കാണ് ആ സമ്മാനം നൽകിയത്. അന്ന് ഒരു വലിയ പരാമർശം, ഒരു പരാതി ഉയർന്നു വന്നത് വാസ്തവത്തിൽ ഗോത്രഭാഷകൾ മലയാളമാണോ എന്നുള്ളതാണ്. ഏതാണ് മലയാളം? നമ്മുടെ അക്കാഡമിക് മലയാളമാണോ വാസ്തവത്തിൽ മലയാളം, അതോ മലയാളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഡയലക്റ്റിക്കൽ വേരിയേഷൻസും ഉണ്ട്. ഒരുപാട് ഡയലക്റ്റിക്കൽ അവാന്തര വിഭാഗങ്ങളുണ്ട്. ആ അവാന്തര വിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട മലയാള ഭാഷയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഖങ്ങൾ, ആ മുഖങ്ങൾ സാഹിത്യത്തിലേക്ക് കടന്നെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അത്തരത്തിലൊരു അവാർഡ് നൽകുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. ഏതാണ്ട് ഈ വർഷവും അതുതന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രാന്തവൽക്കരിക്കപ്പെട്ട മലയാളത്തിൻ്റെ ഭാഷ, പ്രത്യേകിച്ച് കടപ്പുറ ഭാഷ എന്ന് പറഞ്ഞിട്ട് അനിൽ തന്നെ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അനിൽ ഈ ഭാഷ മാത്രം അറിയാവുന്ന ഒരാളല്ല എന്ന് നമ്മൾ ഓർക്കണം. അനിൽ ലിംഗ്വിസ്റ്റിക്സിൽ ബിരുദം എടുത്തിട്ടുള്ള ആളാണ്, മലയാളത്തിൽ ബിരുദം എടുത്തിട്ടുള്ള ആളാണ്, ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു ഭാഷ എങ്ങനെ ഒരു വലിയ അധികാര ശക്തിയായി മാറുന്നു? അതിന് ഒരു കവിതാ സമാഹാരത്തിന് ആമുഖത്തിൽ അനിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ പറഞ്ഞിടത്തോളം തെറിവാക്കുകൾ ഞാൻ ലോകത്ത് വേറെ എവിടെയും കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെറിവാക്കുകൾക്കും ഒരു ആധികാരികമായ ഒരു ശക്തിയുണ്ട് എന്ന്. അതായത് തെറിവാക്കുകളാണ് വാസ്തവത്തിൽ ഒരു ഭാഷയുടെ ചൈതന്യം നിർണ്ണയിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഭാഷണഭേദങ്ങളാണ് ഒരു ഭാഷയുടെ ചൈതന്യം നിർണ്ണയിക്കുന്നത് എന്നുള്ള വലിയ സത്യം തിരിച്ചറിയുകയും കവിതയിലൊരു പുതിയ കാവ്യഭാഷ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു അനിൽകുമാർ എന്നുള്ളത്. അത് ഒരു തരത്തിലുള്ളൊരു പ്രതികാരമാണ്, ഒരു തരത്തിലുള്ളൊരു ചെറുത്തുനിൽപ്പാണ്, ഒരു തരത്തിലുള്ള എന്താ പറയുക, അഹങ്കാരമാണ്. ഇങ്ങനെ പല രീതിയിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. അനിൽ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അനിലിന് അദ്ദേഹത്തിൻ്റെ ചങ്കൊണ്ടോ പറക്കൊണ്ടോ എന്നുള്ള ഈ കവിതാ സമാഹാരത്തിന്
മലയാളത്തിലെ ഒരു എൻഡോമെൻ്റ് അവാർഡ്, കനകശ്രീ അവാർഡ് ഞങ്ങൾ നൽകുന്നത്. അനിലിനെ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അമലാണ് മറ്റൊരാൾ. അമൽ, നമുക്കറിയാം, ഈ അടുത്ത കാലത്തെ മാതൃഭൂമിയിൽ ജപ്പാനിലെ തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ അമൽ വളരെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അമലിൻ്റെ കഥകൾ വളരെ പ്രഗത്ഭങ്ങളായിട്ടുള്ള കഥകൾ, ടാറ്റു പോലെയുള്ള കഥകളൊക്കെ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള കഥകളാണ്. അമൽ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ, ചെറുകഥാ സാഹിത്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും സജീവമായ ഒരു സാഹിത്യ ജനുസാണ്. ജീവിതത്തോടൊപ്പം ഓടി ഓടി പോകുന്ന ഒരു സാഹിത്യ രൂപമാണ് മലയാളത്തിലെ ചെറുകഥ. സമസ്കന്ധരായിട്ട് ഓടുന്ന ഒരുപാട് എഴുത്തുകാർ ആ ശാഖയിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ അമൽ വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അമലിനെ ഞാൻ ഈ വർഷത്തെ ഗീതാഹിരണ്യൻ അവാർഡാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഗീതാഹിരണ്യൻ എന്ന് പറഞ്ഞാൽ മലയാള ചെറുകഥയിൽ എത്ര വലിയ വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗീതാഹിരണ്യൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ്, ഗീതാഹിരണ്യൻ അവാർഡ്, അമലിനാണ് നൽകുന്നത്. അമലിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ അവാർഡ് ഏറ്റുവാങ്ങും. അവാർഡ് ജേതാക്കളെ എല്ലാവരെയും ഞാനിവിടെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യണം. ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ബിന്ദുവാണ്. ബിന്ദുവിനെയും തിരുവനന്തപുരത്തുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തുകാർത്തിയാണ് ബിന്ദു. അക്കാഡമിയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ് ഈ സ്റ്റേജിനെ നോക്കുമ്പോൾ എനിക്ക് ഉള്ളത്. സദസ്സിനെ നോക്കുമ്പോഴും ഏതാണ്ട് അതേ സന്തോഷം തന്നെ എനിക്കുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. വളരെ കുറച്ചാളുകൾ, വളരെ ചെറിയ ഒരു സദസ്സ്, എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി എന്ന് ഞങ്ങളിതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കേരള സാഹിത്യ അക്കാദമിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അവരെ സ്വാഗതം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ ആദരണീയനായ പ്രസിഡന്റ് വൈശാഖൻ അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സഹോദര സജി ചെറിയാൻ, പ്രിയപ്പെട്ട റോസ്മേരി, പ്രിയപ്പെട്ട സ്വാമി സന്ദീപാനന്ദഗിരി, RVG മേനോൻ, അനിൽകുമാർ, പ്രിയപ്പെട്ടവർ, വളരെ ചെറിയ ഒരു അധ്യക്ഷ പ്രസംഗമേ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നത് നമ്മൾ നോട്ടീസിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ കാര്യം പറയുന്നില്ല. എങ്കിലും വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഒന്ന് നമ്മൾ ഇത്തവണ ഇങ്ങനെ നേരത്തെ സെക്രട്ടറി ഡോക്ടർ KP മോഹൻ പറഞ്ഞ പോലെ 3 സ്ഥലങ്ങളിലാക്കി ഭാഗിച്ചിട്ടാണ് അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ജനക്കൂട്ടം കുറയ്ക്കാൻ പറ്റും. പിന്നെ പരിമിതമായ പ്രവേശനമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആദ്യം നടത്തുന്നത് നമുക്ക് നമ്മുടെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം സാംസ്കാരിക മന്ത്രിയായി വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മുമ്പേ എൻ്റെ ചില സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ അതിലും വലിയ കവിത എഴുത്തും അതിലും വലിയ സാഹിത്യമൊന്നും ലോകത്തിലില്ല. അതാണ് ഏറ്റവും വലിയ കലാപരിപാടി, ജീവകാരുണ്യ പ്രവർത്തനം, പാലിയേറ്റീവ് കെയർ. അതെല്ലാം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ. അതൊന്ന്. മറ്റൊന്ന്, സ്വാമി റോസ്മേരി, RVG ഇവർക്കൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതും 5-8 മണിക്കൂർ യാത്ര ചെയ്യാൻ എനിക്ക് വിഷമം ഉണ്ടാവാതിരുന്നത് ഇവരെക്കുറിച്ചുള്ള സന്തോഷം കൊണ്ടാണ്. കാലിലെ പെരിഫറൽ ന്യൂറോപ്പതി ആയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് സാരമില്ലാത്ത കാര്യമുള്ളൂ. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് നമ്മൾ റിപ്പോർട്ട് മുഴുവൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഈ പുതിയ കമ്മിറ്റി ചാർജ് എടുത്തത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ചാർജ് എടുത്ത ദിവസം തന്നെ ഞാൻ പത്രക്കാരോട് പറഞ്ഞിരുന്നു, സാഹിത്യം എത്തിച്ചേരാത്ത ചില മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കുറേയൊക്കെ നേടി നമ്മൾ. അതായത് സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇത് അഹംഭാവം പറയുകയാണെന്ന് ദയവായിട്ട് വിചാരിക്കരുതേ, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സാഹിത്യ ക്യാമ്പ് 200ഓളം കുടുംബങ്ങൾ പങ്കെടുക്കുന്നത് നമ്മൾ നീലേശ്വരത്ത് നടത്തിയുണ്ടായി. വളരെ വിജയകരമായിരുന്നു 3 ദിവസത്തെ ക്യാമ്പ്. മുക്കുവ തൊഴിലാളികളുടെ ഭാര്യമാർ 20 തരം മീൻകറി വെച്ച് വിളമ്പി അവർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഇതുപോലെ അധ്യക്ഷനായിരുന്നപ്പം ഞാൻ ആദ്യം അവിടെ സംസാരിച്ചപ്പോൾ ചോദിച്ചത്, സാഹിത്യ അക്കാദമി എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാവുന്നവർ കൈ പൊക്കുക എന്നാണ്. ഡോക്ടർ KP മോഹനൊക്കെ അതിന് സാക്ഷിയാണ്. വെറും 4 പേരാണ് ആ 300ഓളം വരുന്ന
സദസ്സിൽ നിന്നും കൈപൊക്കിയത്. ഇതാണ് സാഹിത്യ അക്കാദമി. അധികം അഹംഭാവമൊന്നും വേണ്ട. എൻ്റെ ഒരു സുഹൃത്ത് ഇതിനോടൊപ്പം നമ്മൾ സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി. അത് എഴുത്തുകാർക്ക് വേണ്ടി, കുടുംബശ്രീക്ക് വേണ്ടി 4 ദിവസത്തെ ക്യാമ്പ് കോഴിക്കോട് നടത്തി. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഞാൻ എൻ്റെ ചുരുക്കം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തണം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് പിന്നെ ബിടെക്കും പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ എംടെക്കും കഴിഞ്ഞ് ജോലിയിലാണ്. അതൊക്കെ കഴിയുന്നവരെ നമ്മൾ IT-കളായി പോയെന്നാണല്ലോ പറയുക. ആ പയ്യനെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ സുഹൃത്ത്. ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ പയ്യന് മനസ്സിലായില്ല. അവനിങ്ങനെ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പുളിമൂട്ടിൽ സിൽക്സിൻ്റെ എതിർവശത്തൊരു സ്ഥാപനമില്ലേ, അതാണെന്ന് പറഞ്ഞു. ഇതാണ് സാഹിത്യ അക്കാദമി. ഇതല്ല സാഹിത്യ അക്കാദമി എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് നമ്മൾ ആ കടൽ തീരത്ത് നടത്തിയത്. അത് വിഴിഞ്ഞത്തും അവിടെ നാട്ടികയിലും നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ 20,000 കൊല്ലം മുമ്പ് കൊറോണ വൈറസുകൾ ഉണ്ടായിരുന്നു എന്നാണ് RVGക്കറിയാം പറയുന്നത്. ഇത് പണ്ടേ ഉള്ളതാണ്. ഇത് ദശാവതാരമല്ല, ശതാവതാരമുള്ള സാധനമാണ്. മനുഷ്യൻ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന അനാവശ്യമായ ഇമ്പാക്റ്റുകൾ, ആഘാതങ്ങൾ, ധ്രുവമഞ്ഞുരുകി ഇനി എന്തൊക്കെ വൈറസുകളാണ് അതിൽ നിന്ന് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. ഇതെല്ലാം ഇതിൻ്റെ വരവ് കാരണമാണ് നമ്മുടെ സാഹിത്യ അക്കാദമി, ഈ എളിയ സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനവും ഓൺലൈനിലേക്ക് മാറിയപ്പം ഈ ആഴ്ച തന്നെ ഞാൻ മിച്ചിഗനിലുള്ള മലയാളിയോടായിട്ട് സംസാരിക്കുന്നുണ്ട്, ഈ ശനിയാഴ്ച. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം പോയിട്ട് ആഗോളതലത്തിൽ സംസാരിക്കുന്നത് വളരെ പരിമിതമാണത്. നമ്മളെ തന്നെ നോക്കിയാണ് സംസാരിക്കുന്നത്. എന്തെല്ലാമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മലയാളികളുടെ ഒരു വലിയ ഗുണം ഒരു ചിരിയാണ്, ഒരു പുഞ്ചിരി. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാനെ കണ്ടപ്പോൾ എനിക്ക് ചിരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. കണ്ണിലേക്ക് പ്രതിഫലിക്കുന്ന ചെറിയൊരു വെളിച്ചം മാത്രമാണ് ചിരി. മലയാളിയുടെ ആ ചിരിയിൽ എന്താ സുഖമല്ലേ, ആ ചോദ്യമുണ്ട്, കണ്ടുട്ടോ എന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം വാക്കുകളാണ് ആ ഒരു ചിരിയിലുള്ളത്. അത് മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. നമ്മളെപ്പോഴും പറയും വെറുതെ മുഖംമൂടി വയ്ക്കരുത്. ഇന്ന് നമ്മൾ പറയുന്നത് മുഖംമൂടി വയ്ക്കണം. ഇതുപോലൊരു വിപരീതത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സാഹിത്യ അക്കാദമി ആവുന്നത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സാഹിത്യ അക്കാദമിയുടെ ഡിജിറ്റൈസേഷൻ പുരോഗമിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മലയാളിക്കും കുമാരനാശാൻ്റെ കൃതികൾ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ പ്രവർത്തനവും മുന്നോട്ട് പോവുകയാണ്. ഞാൻ നീട്ടുന്നില്ല, ഇവിടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് മന്ത്രി സതീഷ് ചെറിയാനോട് ചോദിച്ചു, പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. ചോദിച്ചതിൻ്റെ ഉദ്ദേശം ഞാനൊന്നും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ ഇത്രയും മതി, പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും മൾട്ടിപ്ലൈഡ് ഇൻറ്റു 1000 ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അപ്പോൾ അത്രയധികം ആളുകളുള്ളതായിട്ട് കണക്കാക്കുന്നു. ഈ സദസ്സിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പരിപാടിയുടെ തുടർച്ച പരിചയപ്പെടുത്തലുണ്ട്. അതിനുശേഷം ഈ അവാർഡുകൾ കൊടുക്കും. ഈ അവാർഡിലൂടെ ഇരിക്കുന്ന ഈ സംഗതി അക്കാദമിയുടെ എംബ്ലമാണ്. ഇത് ചങ്ങലവട്ടയാണ്. നമ്മുടെ പഴയ ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ചങ്ങലവട്ട എന്ന് പറയുന്ന വിളക്ക്. അതാണ് അക്കാദമി പുരസ്കാരമായിട്ട് കൊടുക്കുന്ന ശില്പം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഏൽക്കാനും വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക മന്ത്രിയുമായിട്ട് ആദ്യമായിട്ടൊരു മീറ്റിങ്ങിൽ വന്നതിന് സന്തോഷമുണ്ട്. പരിപാടി തുടരുകയാണ്. നന്ദി. സമഗ്ര സംഭാവന, അക്കാദമി അവാർഡ്, എൻഡോമെൻ്റ് പുരസ്കാരം ജേതാക്കളെ പരിചയപ്പെടുത്തുന്നതിന് അക്കാദമി നിർവാഹക സമിതി അംഗം പ്രൊഫസർ VN മുരളി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ മന്ത്രി സജി ചെറിയാൻ, ബഹുമാനായ വൈശാഖൻ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, ഈ പരിചയപ്പെടുത്തൽ കേവലം ഔപചാരികമാണ്. കാരണം യാതൊരുവിധ പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സ്റ്റേജിലുള്ളത്. എങ്കിലും
അക്കാഡമിയുടെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സമഗ്ര സംഭാവന പുരസ്കാരം ബഹുമാനായ റോസ്മേരിക്കാണ്. വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നതാണ് റോസ്മേരിയുടെ പ്രത്യേകത. മാധവിക്കുട്ടി തൻ്റെ പിന്മുറക്കാരിയായി പ്രഖ്യാപിച്ചത് റോസ്മേരിയാണ്. തിരുവനന്തപുരത്ത് വെച്ച് വയലാർ അവാർഡ് നൽകുന്ന ചടങ്ങിൽ ഞാൻ എൻ്റെ ചിലങ്ക റോസ്മേരിക്ക് നൽകുന്നു എന്ന് പിന്മുറക്കാരിയോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞാനത് ഓർക്കുകയാണ്. സ്ത്രീപക്ഷ കവിതയിൽ സ്വന്തമായൊരിടം റോസ്മേരി സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തവും വേറിട്ടതുമായ നിരീക്ഷണങ്ങൾ റോസ്മേരിയെ പ്രത്യേകം ശ്രദ്ധേയാക്കുന്നുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ വാക്കുകൾ ചേക്കേറുന്നിടം, ചാഞ്ഞു പെയ്യുന്ന മഴ, വേനലിൽ ഒരു പുഴ, വൃശ്ചികക്കാറ്റ് വീശുമ്പോൾ, ഇവിടെ ഇങ്ങനെയും ഒരാൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. കവിതാ സമാഹാരങ്ങൾ. മലയാള കവിതയുടെ മുൻനിരയിൽ തന്നെ റോസ്മേരിയെ ഈ ഗ്രന്ഥങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. BK കൃഷ്ണമേനോൻ്റെ ജീവചരിത്രം ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് റോസ്മേരിയാണ്. റഷ്യൻ കൾച്ചറൽ സെൻ്ററിൻ്റെ യശ്നിൽ പുരസ്കാരം, പരിഭാഷയ്ക്കുള്ള ബാലസാഹിത്യ അക്കാദമി അവാർഡ്, ഇതെല്ലാം റോസ്മേരിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യ കൃതിയായ വാക്കുകൾ ചേക്കേറുന്നിടം എന്ന കവിതാ സമാഹാരത്തിന് SBT അവാർഡും നേടിയിട്ടുണ്ട്. റോസ്മേരിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ശ്രീ RVG മേനോൻ നേരത്തെ ഇവിടെ മോഹനൻ മാഷ് പറഞ്ഞതുപോലെ വൈജ്ഞാനിക സാഹിത്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അക്കാദമി ഈ അവാർഡ് നൽകുന്നത്. ശാസ്ത്രം ജനകീയവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നമുക്കെല്ലാം അറിയാവുന്ന RVG. അനേകം ലേഖനങ്ങളും 10ഓളം പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണ്. കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇപ്പോൾ അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. പ്രധാന പങ്ക് RVG വഹിച്ചിട്ടുണ്ട്. ഇന്നേറെ പ്രധാനമായ സംസ്ഥാനത്തിൻ്റെ ഊർജ നയം രൂപപ്പെടുത്തിയതിൽ RVGക്ക് പ്രധാന പങ്കുണ്ട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, കാൺപൂർ IIT എന്നിവിടങ്ങളിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. ആണവ സാങ്കേതിക വിദ്യയിൽ MTech, സൗരോർജ സാങ്കേതിക വിദ്യയിൽ PhD ഇത് അദ്ദേഹത്തിനുണ്ട്. 1965 മുതൽ കേരളത്തിലെ വിവിധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധ്യാപകനായിരുന്നു. 2 വർഷം അനർട്ടിൻ്റെ ഡയറക്ടർ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായും ഗവേഷണ സ്ഥാപനമായ IRTCയുടെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ശാസ്ത്ര പ്രചാരണത്തിനായി ഇപ്പോഴും നമ്മോടൊപ്പം RVG പ്രവർത്തന രംഗത്തുണ്ട്. അവാർഡിന് അർഹമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തോടൊപ്പം ശാസ്ത്രത്തിൻ്റെ ചരിത്രവും തത്വദർശനവും ഒരാമുഖം, സാങ്കേതിക വിദ്യയും സമൂഹവും തുടങ്ങിയ ഗ്രന്ഥങ്ങളും ശ്രദ്ധേയമാണ്. സ്വാമി സന്ദീപാനന്ദഗിരി എൻഡോവ്മെൻ്റ് അവാർഡാണ്. ശ്രീമദ് ഭഗവത്ഗീത മഹാവ്യാഖ്യാനത്തിനാണ് ആ അവാർഡ്. സന്ദീപാനന്ദഗിരി സന്യാസത്തിൻ്റെ ശരിയായ അർത്ഥം തിരിച്ചറിഞ്ഞിട്ടുള്ള സന്യാസിമാരിൽ പ്രധാനിയാണ്. സനാതനധർമ്മ പ്രചാരകൻ, വാത്മീ, സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ സ്ഥാപകാചാര്യൻ എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയനാണ്. 1994 ചിന്മയ മിഷൻ്റെ ആദിശങ്കര നിലയത്തിൽ നിന്നും വേദാന്ത കോഴ്സ് പൂർത്തിയാക്കി. 12 വർഷം ചിന്മയ മിഷനിൽ ആചാര്യനായി പ്രവർത്തിച്ചു. 2006 മിഷൻ്റെ അനുവാദത്തോടെ പുറത്തു വന്ന കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കർമ്മരംഗത്ത് പ്രവേശിച്ചു. 2009 സെപ്റ്റംബർ 9 ജ്ഞാനക്ഷേത്രം എന്ന നിലയിൽ സാളഗ്രാമം ആശ്രമം തിരുവനന്തപുരത്ത് കുണ്ടമൺകടവിൽ സ്ഥാപിച്ചു. വേദമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 2010 മാർച്ച് 11
മഹാമണ്ഡലേശ്വർ കാശികാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസം സ്വീകരിച്ച് സന്ദീപാനന്ദഗിരി എന്ന നാമം പ്രത്യേകം സ്വീകരിക്കുകയുണ്ടായി. തുടർച്ചയായി 100 ദിവസം കൊണ്ട് ഭഗവത്ഗീത സമ്പൂർണ്ണമായി വ്യാഖ്യാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൻ്റെ പല ഭാഗത്തായി അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കാഴ്ചയില്ലാത്തവർക്കായി ബ്രെയിൽ ഗീതയും പ്രസിദ്ധീകരിച്ചു. 2009 ആസ്ട്രേലിയയിലെ മെൽബണിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ മേക്ക് എ വേർഡ് ഓഫ് ഡിഫറൻസ്, ഹിയറിംഗ് ഈച്ച് അതർ, ഹീലിംഗ് ഈച്ച് അതർ എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം പ്രഭാഷണം നടത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട കൃതികൾ ഈശാവാസ്യ ഉപനിഷത്ത് വ്യാഖ്യാനം, ഭജഗോവിന്ദം വ്യാഖ്യാനം, ദാമ്പത്യ ജീവിതം ധന്യമാക്കാൻ, തത്വമസി മഹാവാക്യ വിചാരം ഇവയാണ്. അമൽ എൻഡോമെൻ്റ് അവാർഡാണ് ഗീതാഹിരണ്യൻ പുരസ്കാരം. മലയാളത്തിൽ ഗ്രാഫിക് നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അമലിൻ്റെ കൃതികളിലൂടെയാണ്. ചിത്രകാരനാണ് അമൽ. എന്നാൽ ഇന്ന് എഴുത്തുകാരൻ എന്ന നിലയിലാണ് മലയാളികൾക്ക് അമൽ ഏറെ പരിചിതനായിട്ടുള്ളത്. നിരവധി ചെറുകഥകൾ എഴുതി. തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പൻകോട് സ്വദേശിയാണ്. മാവേലിക്കര രാജാരവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും പെയിൻറ്റിങ്ങിൽ ബിരുദവും കൊൽക്കത്ത വിശ്വഭാരതി ശാന്തി നികേതനിൽ നിന്നും കലാചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. ചെറുകഥയ്ക്ക് തകഴി പുരസ്കാരം, മുണ്ടൂർ കഥാപുരസ്കാരം, രാജലക്ഷ്മി കഥാപുരസ്കാരം, എ മഹമ്മൂദ് കഥാപുരസ്കാരം, മുട്ടത്തുവർക്കി കലാലയ പുരസ്കാരം, പൂർണ്ണ ഉറൂബ് കലാലയ കഥാപുരസ്കാരം, എം സുകുമാരൻ കഥാപുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അമലിന് ലഭിച്ചിട്ടുണ്ട്. വിവിധ പ്രസിദ്ധീകരണങ്ങൾക്കായി കാർട്ടൂൺ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലാണ് ആദ്യകാലത്ത് അമൽ അറിയപ്പെട്ടിരുന്നത്. അമൽ വിരപ്പങ്കോട് നടത്തിയ ആദ്യത്തെ കാർട്ടൂൺ പ്രദർശനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാം കണ്ടത് ഇപ്പോൾ ഓർക്കുകയാണ്. കൽഹണൻ നോവൽ, നരകത്തിൻ്റെ ടാറ്റു കഥ, കള്ളൻ പവിത്രൻ ഗ്രാഫിക് നോവൽ, മഞ്ഞക്കാടുകളുടെ സുവിശേഷം കഥ, ദ്വയാർത്ഥം ഗ്രാഫിക്, മുള്ള് കാർട്ടൂൺ സമാഹാരം എന്നിവയാണ് അമലിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. പോണ്ടിച്ചേരി സർവകലാശാലയിലും മഹാത്മാഗാന്ധി സർവകലാശാലയിലും അമലിൻ്റെ ഗ്രന്ഥങ്ങൾ പാഠപുസ്തകങ്ങളാണ്. ജപ്പാനിൽ നിന്നാണ് അമൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത്. ജാപ്പനീസ് അനുഭവ പശ്ചാത്തലം ഇപ്പോൾ അമലിൻ്റെ രചനകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, നേരത്തെ ഇവിടെ കെ പി മോഹൻ മാഷ് അനിലിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. വൈശാഖ മാഷും കടലോര ഭാഷയെക്കുറിച്ച് അക്കാഡമി ചെയ്ത കാര്യങ്ങൾ ഇതോട് ബന്ധപ്പെടുത്തി പറയുകയുണ്ടായി. ഡി അനിൽകുമാർ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമമായ വിഴിഞ്ഞത്ത് 1993 ജനിച്ചു. ആദ്യത്തെ കടൽ ഭാഷാ നിഘണ്ടുവായ കടപ്പറ ഭാഷ ഇവിടെ കർത്താവാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഭാഷയും മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ ശ്രീ അനിൽകുമാറിൻ്റെ കൃതികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കടൽ ജീവിതത്തെക്കുറിച്ചും കടലോര ഭാഷയെക്കുറിച്ചും വേലുക്കുട്ടി അരയനും മറ്റും നടത്തിയ പഠനങ്ങൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഓർക്കുകയാണ്. ആ വഴിയിലൂടെയാണ് അനിൽകുമാർ സഞ്ചരിക്കുന്നത്. ചങ്കൊണ്ടോ പറക്കൊണ്ടോ ആദ്യ സമാഹാരമാണ്. അവിയൻകോരയാണ് രണ്ടാമത്തെ കൃതി. മലയാള കവിതയിലെ പുതിയ അനുഭൂതി മേഖലയാണ് അനിൽകുമാറിൻ്റെ രചനകളിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ ഭാഷ സാഹിത്യത്തിൻ്റെ പ്രധാന ധാരയിലേക്ക് അനിൽകുമാർ എത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ബഹുസ്വരങ്ങൾ എന്ന കവിതാ പഠനം അനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2018 ഡൽഹിയിൽ നടന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിൽ മലയാള കവിതയെ അനിൽ പ്രതിനിധീകരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ പുരസ്കാരം നേടിയിട്ടുണ്ട്. അനിൽകുമാറിൻ്റെ നിരവധി കവിതകൾ ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, മറാത്തി, തമിഴ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല MA സിലബസിൽ ചങ്കൊണ്ടോ പറങ്ങൊണ്ടോ എന്ന കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ മലയാള വിഭാഗം ഗവേഷകനാണ്. ഈ ചുരുങ്ങിയ വാക്കുകളുടെ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ 64-ാം വാർഷികാഘോഷം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും
പുരസ്കാരദാനം നിർവഹിക്കുന്നതിനും ആദരണീയനായ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവറുകളെ സവിനയം ക്ഷണിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരണീയയായ റോസ് മേരി അവറുകളെ സവിനയം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മലയാള സാഹിത്യ രംഗത്തെ പ്രതിഭാശാലിയായ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വൈശാഖൻ സാറ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളായ ശ്രീമതി റോസ് മേരി, ശ്രീ ആർ വി ജി മേനോൻ സാറ്, സ്വാമി സന്ദീപാനന്ദഗിരി, ഡി അനിൽകുമാർ, അമൽ, കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹൻ സാറ്, ഇവിടെ ഈ പ്രഗത്ഭരെ പരിചയപ്പെടുത്തിയ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവുമായ പ്രൊഫസർ വി എൻ മുരളി സാർ, വി എസ് ബിന്ദു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ അഭിമാനത്തോടും അതിലുപരി സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെയേറെ ദൂരത്ത് നിന്ന് വൈശാഖ സാറ് തിരുവനന്തപുരത്തെത്തി ഈ പരിപാടിയിൽ പ്രായം ഞാൻ ചോദിക്കാതെ അതിനോട് പറഞ്ഞു 82. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, തൃശ്ശൂർക്ക് ഞാൻ വന്നേനെയും അവിടെ നമുക്ക് നടത്താൻ കഴിയുമായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ഒരു പ്രായത്തിലും സാഹിത്യത്തോടുള്ള ഒരഭിനിവേശം അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യത്തിലൂടെ ഞാൻ കാണുകയാണ്. മന്ത്രിയായി നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്.
അതുകൊണ്ട് എല്ലാ മേഖലയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരാളെന്ന നിലയിൽ ഒരു അഗാധമായ പാണ്ഡിത്യമൊന്നും ഈ കാര്യത്തിൽ എനിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, കേരളത്തിൻ്റെ സാഹിത്യ മേഖല സമഗ്രവും സമ്പൂർണമായി അഴിച്ചു പണിയണം എന്നത് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. സാംസ്കാരിക സാഹിത്യ മേഖലയിലൊരു അഴിച്ചുപണി എന്തിന് എന്ന് ചോദിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണം, എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളും ഒരു കാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു. പുതിയ ഒരുപാട് ആശയങ്ങൾ ലോകത്തെമ്പാടും പൊട്ടിപ്പുറപ്പെട്ടു. ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വളരെയേറെ ശക്തിപ്പെട്ടു. ചില ആശയങ്ങൾ മറ്റു ചില ആശയങ്ങൾ തമ്മിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പരിശ്രമം ലോകത്ത് ആരംഭിച്ചു. മേധാവിത്വം നേടിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഒരു പുതിയ പ്രവണതയിൽ നമ്മുടെ സാംസ്കാരിക സാഹിത്യ കലാമേഖല പൂർണ്ണമായി കേന്ദ്രീകരിക്കപ്പെട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കേന്ദ്രീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്നൊരു സാംബശിവനെ കാണാനില്ല. 10,000 പങ്കെടുക്കുന്ന ഒരു സാംബശിവനെ നമ്മൾ ഇന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല, കാണാൻ പറ്റത്തില്ല. കഥാപ്രസംഗ രംഗത്ത് സാംബശിവനോളം കഴിവുള്ള ആളുകളൊക്കെ ഇന്ന് കേരളത്തിലുണ്ട്. ഇന്നൊരു KPSCയുടെ നാടകം കണ്ടൊരു 10,000 കണക്കിന് ജനങ്ങൾ കൈയടിക്കുന്ന ഒരു വേദി കാണാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരുപാട് വിശദാംശം ഞാൻ പോകുന്നില്ല. ഒരു കാലത്ത് അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലുമൊക്കെ നടന്ന ജനകീയമായ സാഹിത്യ സംവാദങ്ങൾ, ആശയപ്രവർത്തനങ്ങളൊന്നും നമുക്കിന്നിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ വളരെയേറെ ചുരുങ്ങിയിരിക്കുന്നു. കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ ഒന്നും സാംസ്കാരിക പ്രതികരണം കുറഞ്ഞിട്ടുമില്ല. ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ മോഹൻ സാറ് പറഞ്ഞ നമ്മുടെ അനിൽകുമാറിനെ പറ്റി ഇവിടെ പ്രതിപാദിച്ചല്ലോ. എത്രയോ ശ്രേഷ്ഠമായ പ്രവർത്തനം അദ്ദേഹം വ്യത്യസ്ത തലങ്ങളിൽ നിർവഹിക്കുന്നു എന്നതിനെ പറ്റിയുടെ പ്രതിപാദിച്ചു. അത് മാത്രം എടുത്താൽ എണ്ണത്തിൽ കുറവില്ല, യോഗ്യതയിൽ കുറവില്ല, ക്വാളിറ്റിയിലും കുറവില്ല. അതുകൊണ്ട് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ കലാരംഗത്ത് ഒരു നയം ഏറ്റവും അടിയന്തരവും അനിവാര്യവുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ചില പരിശ്രമങ്ങളൊക്കെ നമ്മുടെ കാലത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു സാംസ്കാരിക നയം നമുക്ക് രൂപപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നയം രൂപപ്പെടുത്തുമ്പോൾ വലിയ തരത്തിലുള്ള ആശയ സംവാദം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ നയം രൂപപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം സാഹിത്യം, സാംസ്കാരികം, കലാപ്രവർത്തനം ആർക്കു വേണ്ടി എന്ന ക്വസ്റ്റ്യനാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട, ഈ നാട്ടിൽ ഒറ്റപ്പെട്ട, ഈ നാട്ടിൽ പിന്നോക്കം പോയ, ഇവിടെ ജാതിബോധത്തിൻ്റെയും മതബോധത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും എല്ലാം പിന്നാമ്പുറങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനെ നോക്കിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു നയം ഏറ്റവും വേഗം രൂപീകരിക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രമാത്രം തീവ്രമായ വലതുപക്ഷവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വലതുപക്ഷവൽക്കരണത്തെ ഒട്ടും കുറച്ച് കാണണം.
ഇന്ന് ഒരുപാട് ഇഷ്യൂസ് നാട്ടിലുണ്ടാകുന്നുണ്ട്. പക്ഷെ പ്രതികരിക്കാൻ നമ്മുടെ സാഹിത്യ രംഗത്ത് പലർക്കും ഭയമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ രാജ്യങ്ങളായിപ്പോയി. ഒരു ജഡ്ജി ഒരു വിധി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ജഡ്ജി ഇല്ലാതായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ സാഹിത്യകാരന്മാർ എഴുതിയതിൻ്റെ പേരിൽ, ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഏതെല്ലാം തരത്തിൽ പീഡനം അനുഭവിക്കപ്പെട്ടു. എത്ര കവികൾ പീഡനം അനുഭവിക്കപ്പെട്ടു. ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുമില്ല. ഇത് കൂടുതൽ സജീവമാകും. വലതുപക്ഷ ആശയം കൂടുതൽ തീവ്രമായി ശക്തിപ്പെടുന്ന ഒരു കാലത്ത് അതിനെ എങ്ങനെ അതിജീവിച്ച് വളരെ സൃഷ്ടിപരമായി മനുഷ്യന് വേണ്ടിയുള്ള സാഹിത്യങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളും എങ്ങനെ നടത്താൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ച, അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയം കേരളത്തിൽ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം, ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാഹിത്യ സാംസ്കാരിക പ്രവർത്തനം അനിവാര്യമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട RBG മേനോൻ സാർ ഉൾപ്പെടെ പ്രഗത്ഭരായ ശാസ്ത്രരംഗത്തെ പ്രതിഭാശാലിയായ വ്യക്തിത്വങ്ങൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ സാംസ്കാരിക പ്രവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലേക്കും പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നവോത്ഥാനത്തിൻ്റെ ആശയം, നവോത്ഥാന പ്രസ്ഥാനം തന്നെ ഈ തെറ്റായ കാഴ്ചപ്പാടുകൾക്കെതിരെ അതിൻ്റെ ഭാഗമായി സമൂഹം വലിയ തരത്തിൽ മാറ്റപ്പെടുകയാണ്. ഇപ്പോൾ ഒരു വിസ്മയ മരിച്ചതും ഒരു പെൺകുഞ്ഞ് പ്രേമാഭ്യർത്ഥന നടത്തി നിരസിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടതും സ്ത്രീകൾ കൂട്ടമായി പീഡിപ്പിക്കപ്പെടുന്നതും ഒരുപാട് സാമൂഹിക അസമത്വം നാട്ടിൽ വളർന്നു വരുന്നതും ഈ പറഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ജാതിബോധവും തീവ്രബോധവും. ഇന്നിപ്പോൾ ഒരു അച്ഛൻ മകളെ പറ്റി പറയാണ്, അത് താലിബാൻ ഭീകരരുടെ കൈകളിൽ അകപ്പെട്ട അവളെ താലിബാൻ കൊല്ലും, എൻ്റെ കൊച്ചുമകളെ രക്ഷപ്പെടുത്തണമെന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക. അപ്പം ഈ ഒരു മാറ്റത്തെ നമ്മളെങ്ങനെ കുറച്ച് കാണാൻ പറ്റും? അപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു സാഹിത്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം നടത്തിക്കൊണ്ട് മാത്രം ജനകീയമാകത്തില്ല, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തില്ല. ആ സാഹിത്യം പുറപ്പെടുവിക്കുന്ന അല്ല ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് എന്തെങ്കിലും ഗുണമോ പ്രയോജനമോ കിട്ടുള്ളൂ. ഒരു ആശയമാണല്ലോ ഒരു സാഹിത്യ പ്രവർത്തനം കലാപ്രവർത്തനം പുറപ്പെടുവിക്കുന്നത്. ആ ആശയത്തെ എത്രമാത്രം ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്നത് തീർച്ചയായിട്ടും അതീവ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട പ്രശ്നമാണ്. മറ്റൊരു കാര്യം, എനിക്ക് വൈശാഖ സാർ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, അതിൽ വിശദീകരിച്ചു. നമ്മുടെ സാംസ്കാരിക പ്രവർത്തന ജനകീയ മുഖം, അത് ഞാൻ ആമുഖമായി ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതില്ല. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി പറഞ്ഞല്ലോ, മത്സ്യത്തൊഴിലാളിക്കിടയിൽ, കുടുംബശ്രീക്കിടയിൽ, മറ്റ് മേഖലകളിൽ നടത്തിയ ചില സംവാദങ്ങളെ പറ്റി ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ എല്ലാ അക്കാദമികളെയും എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളെയും തീർച്ചയായിട്ടും ജനകീയമായി പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ ഞാൻ മന്ത്രിയായതിനു ശേഷം നടത്തിയ ഒരു ചർച്ചയുണ്ട്, ഒരു പ്രോഗ്രാം പ്രമോദ് പയ്യന്നോട് ഇരിപ്പുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെക്കുറിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പം നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4-ാം തീയതി സെപ്റ്റംബർ 4 ഉദ്ഘാടനം ചെയ്യുകയാണ്. സമം, അതിൻ്റെ പേരെന്താണ്, അത് ചർച്ച ചെയ്തപ്പോൾ നിരവധി ഇഷ്യൂസാണ് വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രേമാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു മാനസിക രോഗം മാത്രമല്ല, സാംസ്കാരിക അധപതനത്തിൻ്റെ ഭാഗം കൂടി അതിലുണ്ട്. ആ യുവതലമുറയുടെ മാനസികാവസ്ഥ എന്താണ്? വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടറായ പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ച് ആ കുട്ടി അവസാനം ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോകേണ്ട അവസ്ഥ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അപ്പോൾ
നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ജനകീയമാകുന്നില്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ജനങ്ങളിലേക്ക് ആശയങ്ങൾ ചെല്ലുന്നില്ല. നല്ല ആശയങ്ങൾ ഈ പ്രകടിപ്പിക്കുന്ന ഓരോ സാഹിത്യകാരന്മാരും തയ്യാറാക്കുന്നവരുടെ ആശയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് എല്ലാ അക്കാദമികളും പരിശോധിക്കണം. അതിൻ്റെ ഭാഗമായി യുവജന സംഘടനകളുടെ ഒരു യോഗം ഞാൻ വിളിച്ചുകൂട്ടി. നമ്മുടെ നാഷണൽ സർവീസ് സ്കീം, NCC, നമ്മുടെ SPC, നമ്മുടെ ഒരുപാട് 8-10 സംഘടനകളുടെ യോഗം, യുവജനക്ഷേമ ബോർഡ്, അവരെല്ലാം വിളിച്ചുകൂട്ടി വാർഡ് തലം വരെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാനതല സമിതി മുതൽ ഏറ്റവും താഴെ കേരളത്തിലെ 10,000-കണക്കിന് വാർഡുകളിൽ വരെ യുവാക്കളെ യുവതികളെയും സജ്ജമാക്കിക്കൊണ്ടുള്ള സാംസ്കാരിക സാഹിത്യ കലാരംഗത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് അതിപ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ആ നെറ്റ്വർക്ക് വഴി എല്ലാ ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്താൻ കഴിയണം എന്നാണ് കരുതുന്നത്. ലൈബ്രറി കൗൺസിലുണ്ട്, നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാരുണ്ട്, പല പല തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ഇതിനകത്ത് നമുക്ക് ക്ലബ് ചെയ്യാൻ കഴിയും. നാലാമത് എനിക്ക് തോന്നിയൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ കുട്ടികളിലാണ് ആശയ ആവിഷ്കാരത്തിൻ്റെ തുടർന്ന് കുറിക്കേണ്ടത്. എനിക്ക് സങ്കടം തോന്നി. കേരളത്തിൽ 4 ബാലഭവനുണ്ട്. എങ്ങനെ നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ വഴിതെറ്റാതിരിക്കും? ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവർ ചിന്തിക്കുന്നതിൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റും? യഥാർത്ഥത്തിൽ ബാലഭവന്റെ പ്രവർത്തനം സാംസ്കാരികം മാത്രമാണോ? കലയും സാഹിത്യവും സാംസ്കാരികവും കായികവും ആശയപ്രവർത്തനങ്ങളും ഒക്കെ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വേദിയല്ലേ? നമ്മളിപ്പോൾ തീരുമാനിക്കുന്നത് കേരളത്തിലെ പഞ്ചായത്തുകൾ വരെ ബാലഭവന്റെ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഞാനത് സംസാരിച്ചു. ഭയങ്കര താല്പര്യത്തിനാണ്. പലരും അറിയപ്പെടാതെ പോയ ഒരു മേഖലയാണത്, ശ്രദ്ധിക്കാതെ പോയ ഒരു മേഖലയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 14 ജില്ലകളിൽ തുടങ്ങണം, 140 അസംബ്ലി മണ്ഡലങ്ങളിൽ തുടങ്ങണം, കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറയാം, 1000 സ്ഥാപനങ്ങൾ ഒരു വർഷം 100 കുഞ്ഞുങ്ങളെ ഒരു സ്ഥാപനത്തിൽ ഒരു പഞ്ചായത്തിൽ പരിശീലിപ്പിച്ചെടുത്താൽ 1,00,000 കുഞ്ഞുങ്ങൾ വഴിതെറ്റാതെ നമ്മുടെ കിട്ടും. ഞാനതാ പറയുന്നത്, 1,00,000 കുഞ്ഞുങ്ങളെങ്കിലും വഴിതെറ്റാതെ നമ്മുടെ കിട്ടും, ഉറപ്പാണ്. ഒരു ജാതിബോധത്തിന്റെ പുറകെ അവർ പോകില്ല, ഒരു അന്ധതയുടെ പുറകെ അവർ പോകത്തില്ല, ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന് പുറകെ പോകത്തില്ല. അവരുടെ കഴിവുകളെ മുഴുവൻ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അവരുടെ പാഠ്യവും പാഠ്യേതരമായ വിഷയങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിയും. രക്ഷകർത്താക്കൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങളിൽ നല്ല ഇൻസ്പിറേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊരു കലാധ്യാപകർ സ്കൂളിലില്ല പഠിപ്പിക്കാൻ. കലാധ്യാപകർ നിയമിക്കണമെന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കേണ്ടി വരും. സാഹിത്യ പ്രവർത്തനം സ്കൂളിൽ നിന്ന് ക്യാമ്പസിലില്ല. ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനമില്ല. ഇവിടെ എല്ലാവരും കൂടെ പറഞ്ഞത് വേണ്ടെന്ന് വെച്ചല്ലോ, എവിടെ എത്തി? ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി സംഘടനപ്പുറത്ത് വന്നുകൊണ്ടാണ്, അല്ലെ ഞാനിവിടെ നിൽക്കൂ. അതിന് ചിലപ്പോൾ ചില ഡീമെറിറ്റ്സ് കാണാം, ചിലപ്പോൾ. പക്ഷെ അതിന്റെ മെറിറ്റ്സിനെ കുറിച്ച് എന്താ പറയാത്തത്? എത്രയോ നല്ല കാര്യങ്ങൾ ഇന്നെന്താ ക്യാമ്പസിന്റെ സ്ഥിതി. ഇതെല്ലാം അസ്തമിച്ചു പോകുമ്പോൾ അവിടെയെല്ലാം പുതിയൊരു വലതുപക്ഷ ആശയം ഉദയം ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ കുട്ടികളിൽ വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, പലർക്കും പറയാൻ മടിയായിരിക്കാം. പല സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ കവികൾക്കോ അല്ലെങ്കിൽ എഴുത്തുകാർക്കോ ഒക്കെ ഭയമുള്ളൊരു കാര്യമുണ്ട്. പുരോഗമനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. മനസ്സിലവർക്ക് ആശയമുണ്ട്, പുരോഗമനപരമായ ആശയങ്ങൾ പറയാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഭയപ്പെടുന്നു. ഞാനിങ്ങനെ എഴുതിയാൽ അവാർഡ് നഷ്ടപ്പെടുമോ? ഞാനിങ്ങനെ എഴുതിയാൽ വർഗീയ ശക്തികൾ എന്നെ കൈകാര്യം ചെയ്യുമോ? ഞാനിങ്ങനെ എൻ്റെ ആശയം അതാണ്, എനിക്ക് മനസ്സിലുണ്ട്, എനിക്ക് എഴുതാൻ അറിയാം. പണ്ടങ്ങനെ ആയിരുന്നില്ല. വയലാറിൻ്റെ ഒറ്റ
വരിയിലൂടെ പുരോഗമനപരമായ 100 ആശയങ്ങൾ നാട്ടിൽ വരുമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള എഴുത്തുകാരുടെ ആശയങ്ങൾ ഒരു ഭയവുമില്ല, നിർഭയമായി നിർവഹിച്ചിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിലെ കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ എന്നെ ആരും ചെയ്തു വിളിക്കരുത്. വൈശാഖൻ സാറും പുള്ളി സാറും എന്നെ വഴക്ക് പറയരുത്. സത്യവാനൻ സാറും ഇത് വഴക്ക് പറയുന്നത് നിങ്ങളെ നന്നായി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് അല്ല, നമ്പൂരി സാറൊക്കെ ചെയ്തു. പക്ഷേ മൊത്തത്തിലെടുത്താൽ ഈ പറയുന്ന പുരോഗമനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല, തെറ്റാണ്. ചിലർ പുരോഗമനം പറഞ്ഞുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടി ആശയമാണ്. അല്ല, പുരോഗമനം എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ചൊരു തത്വമാണ്. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്നതാണ് പുരോഗമനം. അത് എല്ലാ മേഖലയിലും പുരോഗമനം ഉണ്ടാകണം. അത് ആശയത്തിലുണ്ടാകണം, ശാസ്ത്രത്തിലുണ്ടാകണം, ഗണിതത്തിലുണ്ടാകണം, സാഹിത്യത്തിലുണ്ടാകണം, എല്ലാ മേഖലയിലും ഉണ്ടാകണം. അങ്ങനെ പുരോഗതിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പുരോഗമനപരമായ ചിന്താഗതിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ, ഇന്ത്യയിൽ വ്യാപകമായി, കേരളത്തിൽ പ്രത്യേകിച്ചും കുറവ് സംഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഞാൻ ഒരുപാട് വിശദാംശം പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ ഒരു കൂട്ടായ്മയിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയണം. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളും സംരംഭങ്ങളും കേരളത്തിലുണ്ട്. ഇത്രയും സ്ഥാപനങ്ങളും സംരംഭങ്ങളും ലോകത്തിലൊന്നും കാണത്തില്ല. എന്തുമാത്രം സ്ഥാപനങ്ങൾ, എന്തുമാത്രം സംവിധാനങ്ങളാണ്. പക്ഷേ ഒന്നൊന്നിനെ അംഗീകരിക്കത്തില്ല. അതാണ് കേരളത്തിൽ ഇവിടുത്തെ ഞാൻ കണ്ടൊരു വിഷയം. ഞാനാണ് ഏറ്റവും നല്ല സാഹിത്യകാരൻ, ഞാനാണ് ഏറ്റവും നല്ല കവി. പരസ്പരം ഒരു അംഗീകരിക്കുന്ന ഒരു രീതി. അപ്പോൾ മഹാന്മാരായ ഒരുപാട് കഴിവുള്ള ഒരുപാട് ആളുകൾ, കലാകാരന്മാർ, കലാകാരികൾ, സാഹിത്യകാരികളൊക്കെ ഇപ്പോൾ റോസ്മേരിയെ പറ്റി, മാഡത്തെ പറ്റി പറഞ്ഞു കേട്ടില്ലേ? എത്ര മഹത്തായ സംഭാവന മലയാള സാഹിത്യം നൽകി, സമഗ്ര സംഭാവന എന്നാണ് മോഹൻ സാറിനോട് പറഞ്ഞത്. അപ്പോൾ ആളില്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഒരു കൂട്ടായ്മ എങ്ങനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും? ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആ കൂട്ടായ്മ അനിവാര്യമാണ്. തീർച്ചയായിട്ടും കേരള സാഹിത്യ അക്കാദമി ആ കൂട്ടായ്മയുടെ ലീഡർഷിപ്പായി മാറണം. ഞാനതാണ് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം സാഹിത്യ രംഗത്ത് ഉള്ള ആശയപ്രചരണവും സാഹിത്യ രംഗത്തുള്ള മുന്നേറ്റത്തിനും ശക്തി പകരുക എന്ന് തന്നെയാണ്. സാഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷയെ ഉയർത്തപ്പെടുത്താൻ നാം ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ എല്ലാ നന്മകളും ആശയങ്ങളും സ്വാഭാവികമായിട്ട് ഉയർത്തുന്നത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സാഹിത്യ അക്കാദമിക്ക് തന്നെ ലഭിക്കും. സാഹിത്യ അക്കാദമി എൻ്റെ ചാമ്പ്യനായിട്ട് മാറുകയും ചെയ്യണം. ഈ കഴിഞ്ഞ 5 വർഷം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള സാഹിത്യ അക്കാദമി പ്രിയപ്പെട്ട വൈശാഖൻ സാറിൻ്റെയും ഡോക്ടർ KP മോഹൻ സാറിൻ്റെയും മറ്റ് അംഗങ്ങളുടെ എല്ലാ നേതൃത്വത്തിൽ നന്നായി അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷെ COVID-19 ഞാൻ മുരളി സാറ് പ്രസംഗിച്ചപ്പോൾ അതങ്ങോട്ട് വരച്ചിടാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അപകടകരമായ സ്ഥിതി 23 അപ്പോൾ ഇവിടുന്നാണ് ഇത് ഉണ്ടാകുന്ന ആർക്കറിയില്ല. ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത നിലയിൽ കാര്യങ്ങൾ മാറുകയാണ്. ഇത് സാധാരണ ഉണ്ടായെങ്കിൽ പോവില്ല. ഇത് മനുഷ്യനെ കൊണ്ട് പോകുന്ന നിലയിലെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നിൽക്കുന്ന നിപ്പിലാണ് അടിക്കുന്നതാണ് വീഴുന്നത്. അപ്പോൾ ഭയാനകമായ ഒരു അന്തരീക്ഷം. വാക്സിനേഷൻ കൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു ഡിസംബർ വരെ കുറച്ച് സ്തംഭനാവസ്ഥയിലായിരിക്കും. പക്ഷെ ഡിസംബർ കഴിഞ്ഞാൽ വാക്സിനേഷൻ പൂർത്തീകരിച്ചാൽ നമുക്കൊരു ഇറങ്ങണം. ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഉജ്ജ്വലമായ ഒരു വിപ്ലവകരമായ സാമൂഹ്യപരമായ ഇടപെടൽ നടത്താൻ എല്ലാവരുടെയും സഹായവും പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഈ അവാർഡുകൾ അതിലെ ഒരു ഭാഗമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. സമഗ്ര സംഭാവന അവാർഡ്. അതിൻ്റെ ഭാഗമായി സമഗ്ര സംഭാവന പുരസ്കാരം റോസ്മേരി മാഡത്തിന്, വൈജ്ഞാനിക സാഹിത്യത്തിൽ RVG മേനോൻ സാറിന്, അതുപോലെ തന്നെ എൻഡോവൻ്റ് അവാർഡുകൾ സ്വാമി സന്ധ്യാനന്ദഗിരി. സ്വാമി സന്ധ്യാനന്ദഗിരിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഇതിന് കൂടെ പറയണമല്ലോ. വലിയ തരത്തിൽ
കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വങ്ങളിൽ പ്രമുഖരാണ് സ്വാമി. അതുപോലെ തന്നെ കവി അനിൽകുമാർ, ചെറുകഥാകൃത്ത് അമൽ, ഇത്രയും പേർക്കുള്ള അവാർഡാണ് ഇവിടെ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ 64ാമത് വാർഷികാഘോഷം, അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു. ഈ 2 പരിപാടിയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാംസ്കാരിക വകുപ്പിന് വേണ്ടി എല്ലാവരെയും, ഈ അവാർഡ് ജേതാക്കളെ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരണീയയായ റോസ്മേരി അവറുകളെ സവിനയം ക്ഷണിക്കുന്നു. പുരസ്കാര ദാനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അപേക്ഷിക്കുന്നു. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അക്കാദമി അവാർഡ് സ്വീകരിക്കുന്നതിന് ഡോക്ടർ RVG മേനോൻ അവറുകളെ സവിനയം ക്ഷണിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ KR നമ്പൂതിരി എൻഡോമെന്റ് പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരണീയനായ സ്വാമി സന്ദീപാനന്ദഗിരിയെ ക്ഷണിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ എൻഡോമെന്റ് പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരണീയനായ D. അനിൽകുമാറിനെ സവിനയം ക്ഷണിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹിരണ്യൻ എൻഡോമെന്റ് പുരസ്കാരം സ്വീകരിക്കുന്നതിന് അമലിനു വേണ്ടി സഹോദരൻ അമിതിനെ ക്ഷണിക്കുന്നു. മറുപടി പ്രസംഗം നടത്തുന്നതിന് റോസ്മേരി അവറുകളെ ക്ഷണിക്കുന്നു. വേദിയിലും സരസിലും ഇരിക്കുന്ന അഭിവന്ദ്യരെ, എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെ, ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് ലഭിക്കുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിധികർത്താക്കളോടും സാഹിത്യ അക്കാദമിയോടും സർവോപരി ഈശ്വരനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. മറുപടി പ്രസംഗം നടത്തുന്നതിന് ഡോക്ടർ RVG മേനോൻ അവറുകളെ സവിനയം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക് വന്ദനം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ അവാർഡ് കിട്ടുന്നത്. ഈ പുസ്തകം എഴുതാൻ ഒരുപാട് കാലമെടുത്തു. എഴുതുമ്പോൾ ഇതിനൊരു സാഹിത്യ മൂല്യം ഉണ്ട് എന്ന് കരുതിയിരുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞേ തീരൂ. 40 വർഷം മുൻപ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കുട്ടികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം പഠിക്കണം എന്ന് സർവകലാശാല തീരുമാനിച്ചു. അന്ന് ആ വിഷയം പഠിപ്പിക്കാൻ കോളേജിലെ മിക്ക അധ്യാപകരും തയ്യാറല്ലായിരുന്നു. ഈ മേഖലയിൽ എനിക്കുള്ള താല്പര്യം അറിയാവുന്ന എഞ്ചിനീയറിംഗ് ഡീൻ രാംനാഥ് അയ്യർ സാറാണ് എന്നോട് അതിനൊരു അധ്യാപക സഹായി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു പൂർവ്വരൂപം
ഇംഗ്ലീഷിൽ എഴുതിയത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആ വിഷയം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കുറേ അധികം പേർക്ക് ഇത് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു വിഷയവുമായിരുന്നു. വിദ്യാർത്ഥികൾക്കെന്നല്ല, പല അധ്യാപകർക്കും. കുറേ കാലം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ എൻ്റെ മകൻ ചേർന്നപ്പോൾ അവർക്ക് ഈ വിഷയം പഠിപ്പിക്കാൻ വന്ന അധ്യാപകൻ ക്ലാസ് തുടങ്ങിയത് തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നീടും എന്നോട് ആവശ്യപ്പെട്ടു ഈ കുറേ കൂടെ വിപുലമായി മലയാളത്തിൽ ഒരു പുസ്തകം ആക്കണം എന്ന്. അങ്ങനെയാണ് ഈ പുസ്തകം എഴുതാൻ ഇടയായത്. ഇതിന് വളരെ നല്ല സ്വീകരണം വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും അപൂർവം എൻജിനീയർമാരുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിമിതിയാണെന്നും എനിക്ക് തോന്നുന്നു. എൻജിനീയറിങ്ങും സയൻസും ഒന്നും ശൂന്യതയിൽ ഉണ്ടാകുന്ന സംഗതികളല്ല. അവയെല്ലാം സമൂഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ, സാമൂഹികമായ ഘടകങ്ങൾ, സാമ്പത്തികമായ ഘടകങ്ങൾ, രാഷ്ട്രീയമായ ഘടകങ്ങളെല്ലാം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ പുരോഗമനം ഉണ്ടാകുന്നത്. ഇത് വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ ശാസ്ത്രവും സാങ്കേതികവിദ്യയും സമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ, പ്രത്യേകിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണകരമായ വിധത്തിൽ നടപ്പാക്കാൻ കഴിയൂ. ഈ പാഠം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അതിനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു ഇത്. ഇതിന് ഒരു സാഹിത്യ മൂല്യം ഉണ്ടെന്ന് കണ്ട് അവാർഡ് തന്നതിന് ഈ സാഹിത്യ അക്കാദമിയോട് ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്വാമി സന്ദീപാനന്ദഗിരിയെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ആരാധ്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞു, നമ്മുടെ സാംസ്കാരിക മേഖലയിൽ അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയിലൂടെ എങ്ങനെയാണ് ഒരു സമഗ്രമായ അഴിച്ചുപണി അല്ലെങ്കിൽ എല്ലാ തുറയിലേക്കും അതിൻ്റെ പൂർണ്ണഭാവത്തോടു കൂടി അതിനെ സമഗ്രമായി ആവിഷ്കരിക്കേണ്ടത്, അതിലൂടെ ഒരു സുസ്ഥിരമായ സമൂഹത്തെ, ഇന്ന് സമൂഹത്ത് കാണുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ അതിനൊക്കെ ഒരു അറുതി ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് വളരെ ഹ്രസ്വമായി മനോഹരമായി തന്നെ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പ്രതീക്ഷയ്ക്ക് ഒരുപാട് വക നൽകുന്നു. വൈശാഖ മാഷ് ആദ്യം പറഞ്ഞിരുന്നു, ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ 4 പേർക്ക് സാഹിത്യ അക്കാദമിയെക്കുറിച്ച് അറിയുള്ളൂ എന്ന് പറഞ്ഞൊരു ദുഃഖകരമായ ഒരവസ്ഥ. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയായും എന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഭഗവത്ഗീതയുടെ മഹാവ്യാഖ്യാനത്തിന് സാഹിത്യ അക്കാദമി ഒരു അംഗീകാരം നൽകിയതിൽ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു, നന്ദി അറിയിക്കുന്നു. ആരാധ്യനായ മന്ത്രിയുടെയും കൂടെ ശ്രദ്ധയിലേക്ക് മുൻപ് ഇത് 1-2 പേരോട് സൂചിപ്പിച്ചിരുന്നു. കാരണം 1924 ആണ് ആലുവയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ ഒരു സർവമത സമ്മേളനം നടന്നത്. അത് വലിയൊരു സാംസ്കാരിക സദസ്സായിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ നേരിട്ട് സിലോണിലൊക്കെ പോയി ബുദ്ധഭിക്ഷുക്കളെയും ഒരുപാട് സർവമതസ്ഥരും അവിടെ ലീഡേഴ്സ് വന്ന് ആശയം പങ്കുവയ്ക്കുകയുണ്ടായി. ഈ 1893 ദ പാർലമെൻറ്റ് ഓഫ് വേൾഡ് റിലീജിയന് ശേഷം ഇന്ത്യയിൽ ആദ്യം നടന്നിട്ടുള്ള ഒന്നാണ്. അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഒക്കെ ആ ഒരു ഇക്വേഷൻ, ഒരാൾ
ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുമ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ രണ്ടാളുകളാണ്. അപ്പം അതിൽ ഗുരുദേവൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒന്ന്, മതത്തെ പൂർണ്ണമായി നിരാകരിക്കുന്ന നിരീശ്വരവാദത്തിൻ്റെ വക്താക്കൾ സംസാരിക്കണം ഈ മതസമ്മേളനത്തിൽ എന്നാണ്. അവർക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയട്ടെ, ജനങ്ങൾ അത് കേൾക്കട്ടെ എന്നാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു നിരീശ്വരവാദികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത് പറയാനുള്ള, അന്നാണ് ഗുരുദേവൻ പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഈ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ 25 വരാൻ പോകുന്നു. അതിനെ നമുക്ക് വളരെ വിപുലമായ രീതിയിൽ മതത്തിൻ്റെ വളരെ ദൂഷ്യങ്ങളായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. ഇതിനെയൊക്കെ സമഗ്രമായി ചർച്ച ചെയ്യുന്ന നല്ലൊരു വേദി, അതിൻ്റെ ഒരു സ്മരണ പുതുക്കിക്കൊണ്ട് രൂപപ്പെടുത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. കാരണം ഇന്ന് ഇത്തരം ശബരിമലയുടെ പേരിലൊക്കെ നടന്ന പേക്കൂത്ത് കേരളം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അതിന് കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്കൊക്കെ എവിടെയൊക്കെയോ ന്യൂനതകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിക്റ്റിമാണെന്ന് നമ്മളെന്ന് നിങ്ങൾക്ക് അറിയുന്നതുമാണല്ലോ. അപ്പോൾ അത്തരം ചർച്ചകൾ സാംസ്കാരിക വകുപ്പ് തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടത്തണം എന്ന് സദയം അപേക്ഷിക്കുന്നു. വലിയൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ അക്കാദമിക്ക് പ്രത്യേകിച്ചും കോവിഡ് എന്ന് പറഞ്ഞ് നമ്മൾ പൂട്ടിക്കെട്ടിയിരിക്കാതെ കാര്യങ്ങൾ നടക്കുന്നു. വൈശാഖമാഷോട് പറയായിരുന്നു, കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒരു സാഹിത്യ അക്കാദമി ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. മാഷ് പറഞ്ഞു തമിഴ്നാട്ടിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോക്ടറേറ്റ് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതിന് നമസ്കാരം. മറുപടി പ്രസംഗം നടത്തുന്ന വേണ്ടി ഡി അനിൽകുമാറിനെ സൗകര്യം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ കനകശ്രീ പുരസ്കാരം എനിക്ക് നൽകിയതിൽ ആദ്യമേ കേരള സാഹിത്യ അക്കാദമിയോട് എൻ്റെ അഗാധമായ നന്ദി അറിയിക്കുന്നു. ഒരുപാട് എഴുത്തുകാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് സമകാല മലയാള കവിത. സ്വത്വപൂർണമായ ഭാഷയിൽ, സ്ഥലബദ്ധമായ ഭാഷയിൽ, പരസ്പര ഭിന്നമായ നിലയിൽ, വൈവിധ്യത്തിൽ ഒരുപാട് പേർ ഇടപെടുന്ന ഒരിടം. അതിൽ നിന്ന് ഈ ഒരു കൊല്ലം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി സന്തോഷമുള്ള കാര്യമാണെങ്കിലും എന്നെക്കാളും അർഹരായ അനേകം മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ബോധം ഈ ഒരു അവാർഡിൻ്റെ ഒരു മറുപടി വിനയം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ തീരദേശത്തിൻ്റെ സംസ്കാരത്തിലും വാമൊഴി ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് മുന്നേ ഈ തുറകളിൽ ജനിച്ച് സാഹിത്യ സൃഷ്ടി നടത്തിപ്പോയ അനേകം മനുഷ്യരുണ്ട്. എനിക്ക് മുന്നേ വാമൊഴി പാട്ടുകൾ പാടിപ്പോയ അനേകം മനുഷ്യരുണ്ട്. കലാവിഷ്കാരങ്ങൾ നടത്തിയ അനേകം മനുഷ്യരുണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്തൊരു അംഗീകാരമാണ് സാഹിത്യ അക്കാദമിയിൽ നിന്നൊരു എൻഡോമെൻറ്റിൻ്റെ രൂപത്തിൽ എനിക്ക് കിട്ടിയത്. ഈ പുരസ്കാരം അങ്ങനെ പാടിപ്പതിഞ്ഞുപോയ എൻ്റെ മുൻമുറക്കാർക്ക് കൂടി ഉള്ളതാണെന്ന് ഒരു ഉറച്ച ബോധ്യം എനിക്ക് ഉണ്ട്. മാത്രമല്ല, എനിക്ക് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂടി ആയതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഒരുപക്ഷേ കോവിഡും കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പും കടൽക്ഷോഭവും ഒക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ. ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം ഏച്ചുകെട്ടാനായിട്ട് അസംഘടിതരായ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളി അമ്മമാർ മീനും കൊണ്ട് വിൽക്കാൻ തെരുവീഥികളിൽ വരുമ്പോൾ വളരെ പരുഷമായ രൂക്ഷമായ ഭാഷയിലാണ് പോലീസുകാർ അവരോട് പെരുമാറുന്നത്. അങ്ങനെ പെരുമാറുന്നു എന്നുള്ള സാമൂഹിക അകലം പാലിച്ച് ചെയ്താൽ പോലും അവരുടെ വസ്തുക്കൾ മത്സ്യമൊക്കെ എടുത്തെറിയുന്ന കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുകയാണ്. അപ്പം സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് അടിത്തട്ട് മനുഷ്യരാണ്, അവർക്ക് നിലനിന്ന് പോകേണ്ടുന്ന രീതിയിൽ അവരെ ജീവിക്കാനുള്ള ഒരു മാർഗം, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മീൻ വിൽക്കാനുള്ള ഒരു റൈറ്റ് അവർക്ക് എന്തെങ്കിലും ഒരു ഈ ഉത്തരവിലൂടെ അവർക്ക് നൽകണം എന്നുള്ളത് ഈ ഒരു കോവിഡ് കാലത്ത് എനിക്ക് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ള ഒന്നാണ്. മാത്രമല്ല,
അങ്ങനെ പരുഷമായി പെരുമാറുന്നതിന് പകരം സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ പോലീസുകാർക്ക് നിർദ്ദേശവും നൽകണമെന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഈ അവാർഡ് തന്നതിൽ ഏറെ സ്നേഹം. സാഹിത്യ അക്കാദമിയോട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം. ഈ ധന്യമായ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് അക്കാദമി ജനറൽ കൗൺസിൽ അംഗം VS ബിന്ദു ടീച്ചറെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും വളരെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു അവസരമാണ് ഇതെന്ന് കരുതുന്നു. കാരണം ഒരു മഹാരോഗത്തിൻ്റെ ഓർമ്മയിൽ നിന്നല്ല, ഭയപ്പെടുത്തി പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒറ്റച്ചിലമ്പുമായി പൊരുതേണ്ടത് എന്നുകൂടി നമ്മൾ ആശയം പങ്കിടുന്ന ഒരു വേദിയായി ഇത് മാറുകയാണ്. ഈ ചടങ്ങിൽ അക്കാദമി 3 ഇടങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ നമ്മൾ മനുഷ്യാനുകൂലമായ ഒരു പ്രപഞ്ചത്തെ നിർമ്മിച്ചെടുക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ലോകം, അത് സത്യമാണ്, അത് ഉണ്മയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷത്തിൽ അവാർഡിന് അർഹരായ എല്ലാവരെയും ആദരവോടെ കണ്ടുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഒപ്പം തന്നെ അക്കാദമിയുടെ വാർഷികാഘോഷം കൂടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർക്ക് നന്ദി പറയുന്നു. സമഗ്ര സംഭാവന അവാർഡ് നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട റോസ്മേരി ചേച്ചി, വാക്കുകൾ ചേക്കേറുന്നിടം എന്ന കവിത വായിച്ചിട്ടാണ് ആദ്യമായി ചേച്ചിയെ കാണാൻ നമ്മളൊക്കെ അന്വേഷിച്ച് നടന്നത്, കണ്ടുപിടിച്ചത്. അപ്പോഴൊക്കെയും വളരെ സരസമായി നമ്മളോട് പറയുമായിരുന്നു, ഒരൊറ്റ ജീവിതമാണ് നിങ്ങൾക്കുള്ളത്, ആ ജീവിതത്തിൽ തോറ്റോടാനാണ് പെണ്ണുങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പിന്നെ ആർക്കും സാധ്യമല്ല. വളരെ വലിയ, ഒരുപക്ഷെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ എഴുതി വെച്ച വാക്കുകളാണത്. അതുകൊണ്ട് തോറ്റോടാനുള്ള ഒരു ലോകമല്ല, ഒപ്പം നിന്ന് പോരാടാനുള്ള ഒരു ലോകമാണ് ചേച്ചി ഉൾപ്പെടെയുള്ള എഴുത്തുകാരികൾ മുന്നേ സൃഷ്ടിച്ചിട്ടുള്ളത്, ഇപ്പോഴും പറയുന്നത്. ചേച്ചിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്താണ് ഹൃദയത്തിൻ്റെ ഭാഷ എന്നുള്ളത് നാം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ഇത്. അവാർഡ് വൈജ്ഞാനിക മേഖലയ്ക്ക് അവാർഡ് നേടിയ ശ്രീ RVG മേനോൻ സർ, ശാസ്ത്രം എന്താണെന്നും അതാണ് സത്യമെന്നും മറ്റെല്ലാം നമ്മളെ കബളിപ്പിക്കാനുള്ള ഇടങ്ങളായി ആളുകൾ കമ്പോളത്തിൻ്റെ പാതയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവന്നിട്ട് മനുഷ്യാനുകൂലമല്ലാത്ത ഒരു ലോകം സൃഷ്ടിച്ച് നിങ്ങളെ വ്യാമോഹിപ്പിക്കുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചും പ്രഭാഷണങ്ങൾ കേട്ടും വളർന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. ആ ഏറ്റവും പുതിയ തലമുറയും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി, നമുക്കറിയാം, ഒരു മുദ്രാവാക്യം മുഷ്ടിയിൽ നിന്ന് പിറക്കുമ്പോൾ ഇതെവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും പുതിയ വാക്ക്, ഏറ്റവും പ്രയോജനകരമായ വാക്ക് തേടുന്നത് എന്ന് പുരാണങ്ങളിലും മിത്തുകളിലും നമ്മൾ അന്വേഷിച്ചു തുടങ്ങിയത് പ്രിയപ്പെട്ട സ്വാമിയുടെ വാക്കുകൾ പിന്തുടർന്നതിന് ശേഷമാണ്. അതുവരെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ഇടങ്ങൾ ഇരുട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തിൻ്റെ പിടിയിൽപ്പെടാതെ ചെറുപ്പക്കാരെ കാത്തുവെക്കാനുള്ള, പുതിയ തലമുറയെ അവിടെ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനുള്ള ആദർശധീരമായ വാങ്മയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മെ എക്കാലവും ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. D. അനിൽകുമാർ, ഇന്നലെ ഒക്കെ നമ്മളിങ്ങനെ സംഘകാല കൃതികളിൽ അതിൻ്റെ ആത്മാവ് തേടി ചെല്ലുന്നൊരു വായനയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ പാലൈ, മരുതൽ, മുല്ലൈ, കുറിഞ്ചി നിലങ്ങളിൽ നിന്ന് തേരോടി വന്ന ചില വാക്കുകൾ, പദങ്ങൾ, പാട്ടുകൾ, ഇതൊക്കെയും നമ്മുടെയൊക്കെ കടൽ തീരങ്ങളിൽ വസിക്കുന്ന മനുഷ്യരുടെ ചോരയിലുമുണ്ടല്ലോ, ആ ചോരത്തുളിപ്പിലുമുണ്ടല്ലോ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രേഖീയതകൾ എന്ന് വ്യാകുലപ്പെട്ടിരിക്കെ അവിടെ നിന്ന് ഉദിച്ചു കയറുന്ന അനേകം ചെറുപ്പക്കാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു അനിൽകുമാർ. എനിക്ക് ആവേശമുണ്ടത് പറയുമ്പോൾ. അത്രത്തോളം മനസ്സുകൊണ്ട് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തോട്, അരികു ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറായിരിക്കുന്നു. അയാൾക്ക് പിന്നാലെ ഒട്ടേറെ ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഘം ചേരലിൻ്റെ ഭാഗമായി സാംസ്കാരിക രംഗത്ത് പുതിയ ചക്രവാളങ്ങൾ തീർക്കാൻ അനിൽകുമാറിന് കഴിയുന്നു. അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അമൽ,
അമലിനെ വല്ലപ്പോഴുമാണ് നമ്മൾ കാണുന്നത് ജപ്പാനിൽ നിന്ന് വരുമ്പോൾ. എങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്, എല്ലാ ജപ്പാനികൾക്കും സുഖമാണോ എന്ന്. ഈ സാർവലൗകികത നമ്മളെ ആദ്യമായി ബോധ്യപ്പെടുത്തിയതും അമലിൻ്റെ കഥകളിലൂടെയാണ്. കാരണം ജപ്പാനെക്കുറിച്ച് ഹിരോഷിമയും നാഗസാക്കിയും എന്നുള്ള ഭീകരമായ കൽപ്പനയിൽ വെന്തുപിടയുന്ന മനുഷ്യ ശരീരങ്ങളുടെ ആ ചൂടിൽ അത് മാത്രമാണ് നമ്മളെ പൊള്ളിച്ചിരുന്നത് എങ്കിൽ സഡാക്കോ കൊക്കുകളുടെ സമാധാന ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് അമൽ പുതിയ ഭാഷയിൽ കഥകൾ എഴുതി മലയാളത്തിന് നൽകിയത്. അമലിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഒപ്പം തന്നെ സാഹിത്യ അക്കാദമിയുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നയിക്കുന്ന ഡോക്ടർ KP മോഹനൻ മാഷക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കഥകളും സാംസ്കാരിക വിമർശനവും എന്താണ് മനുഷ്യ ജീവിതത്തിനെ പുതുക്കുന്നത് എന്ന് നമ്മോട് പറഞ്ഞു വയ്ക്കുകയും കഥകളിലൂടെ ഇതാണ് മനുഷ്യൻ്റെ ജീവിതം, ഇതിലെന്ന് വായിച്ചു കടന്നു പോകൂ എന്ന് കഥകളിലൂടെ അടയാളപ്പെടുത്തുകയും ചെയ്ത് എപ്പോഴും സ്നേഹസാമീപ്യമായി നിൽക്കുന്ന വൈശാഖ മാഷ്. എനിക്കൊരു ഓർമ്മയുള്ളത്, ക്രിയേറ്റിവിറ്റി എന്നൊരു വാക്കിനെ കുറിച്ച് 1.5 മണിക്കൂർ സംസാരിച്ച പ്രിയപ്പെട്ട വൈശാഖ മാഷിന് സ്നേഹത്തിൻ്റെ ഭാഷ, അതിൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുരളി മാഷ്, ഞങ്ങളുടെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെല്ലുക മുരളി മാഷിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ നമ്മളൊക്കെ കൂട്ടിയോജിപ്പിക്കാനുള്ള, ഒപ്പം തന്നെ പുതിയ പാഠങ്ങൾ പകർന്നു തരാനുള്ള ഏറ്റവും പുരോഗമനപരമായ പക്ഷത്ത് നിൽക്കുന്ന സാംസ്കാരിക മനസ്സ്, അതിനെ പ്രയോജനപ്പെടുത്തിയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ ചടങ്ങിനെ സമഗ്രമാക്കാൻ ഇവിടെ എത്തി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം അക്കാദമിയോടൊപ്പവും സാംസ്കാരിക വകുപ്പിനോടൊപ്പവും സഹകരിച്ച എല്ലാ സുമനസ്സുകൾക്കും ഈ ഒരു മഹാരോഗത്തിൻ്റെ ഓർമ്മകളൊക്കെ മാറ്റിവെച്ച് നിമിഷത്തിൻ്റെ ധന്യത പങ്കിടുന്നതിനായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വളരെ കൃതാർത്ഥതയോടെ ഞാൻ പിൻവാങ്ങട്ടെ. അഭിവാദ്യങ്ങൾ. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഈ ചടങ്ങ് പൂർണ്ണമായതായി അറിയിക്കുന്നു.